ഇന്ന് ഞാൻ എൻ്റെ കയ്പ്പയ്ക്കനെ കൃഷി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഈ പറമ്പെന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പായിരുന്നു. അത് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. പിന്നെ കയ്പ്പയ്ക്കനെ നമുക്ക് പടർത്തണമെന്നുണ്ടെങ്കിൽ വലയും മറ്റുള്ള കയറും ഇല്ലാണ്ട് നമ്മുടെ നാളിത് തെങ്ങിൻ്റെ ഓല വീഴുന്നത് ഇങ്ങനെ ഓരോന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമക്കോടെ പടർന്ന് ഉണ്ടായിക്കോളും കേട്ടാ. അപ്പോൾ അതൊക്കെ അങ്ങനെ പടർന്നു വരും. ഇനി ഓരോ ഓലകൾ ഇങ്ങനെ പടർന്നതിനനുസരിച്ച് നമ്മൾ കുത്തി കൊടുത്താൽ അതിമ നിറയെ ഇവിടെ പാവയ്ക്ക് ഉണ്ടായിക്കോട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടതാണ് അതേമാതിരി നമ്മുടെ പറമ്പിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വാരം ഇങ്ങനെ തോടുമായി ഇങ്ങനെ വരമ്പ് കീറിയതിന് ശേഷമാണ് നമ്മൾ തൈ നട്ടത് കേട്ടോ. അത് നമ്മൾ മുളപ്പിച്ചെടുത്ത് തൈനെ കൊണ്ട് നട്ടിട്ടുള്ളത്. പിന്നെ ഇതേ പാവയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ആടാ ഇവിടെയൊക്കെ പാവയ്ക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ ആടാ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതിന് വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നട്ടപ്പോൾ കുറച്ച് സൂഡോമോണോസ് കടക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാണം മാത്രമാണ്. ഇത് മാത്രമാണ് ഞാൻ പാവയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പാവയ്ക്ക് കൂടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇവിടെ ഞാൻ പാവയ്ക്ക നട്ടുള്ളത് ഗ്രോ ബാഗിലാണ് കേട്ടോ. ഈ ഗ്രോ ബാഗിലാണ് പാവയ്ക്ക നട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മത്തങ്ങയും. പക്ഷേ ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വിഷമത്തിലായിരുന്നു. ഇത് നമ്മുടെ മഴ ടൈമിൽ ഈ സാധനം പന്തൽ നേരെ നിലം പൊത്തി കംപ്ലീറ്റ് വീണു. എന്നിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അന്ന് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിന്മേ നന്നായിട്ട് ഇപ്പോൾ വിളവെടുപ്പൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ. ഇതാടാ ഇത് നോക്കിയേ മത്തങ്ങ ഇതാടാ. ഇതൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ. പാവയ്ക്ക നോക്കിയേ പാവയ്ക്കാണ് എന്ത് ഇതായിട്ട് വലുതായിട്ട് വന്നിട്ടുള്ളത് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് വിളവെടുപ്പാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും മത്തങ്ങ അതേമാതിരി തന്നെ ഉണ്ടായത്. നമ്മുടെ വീണ് പോയ മത്തങ്ങരയാണ്. നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടി പാവയ്ക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കേടുപാടുകളാണ് കേട്ടോ. അതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണിപ്പോൾ നമ്മൾ പൊന്തിച്ച് കൊടുത്തപ്പോൾ ചില തണ്ടിന് അതിന് കേടുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ തണ്ടുകളാണ് ഉണങ്ങി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ പാവയ്ക്ക എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തായാലും ഈ കവറുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി ആയി വരുമ്പോൾ തന്നെ നമ്മൾ കവർ ഇടണം. കവർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിൻ്റെ പ്രാണികൾ വന്നും കാഞ്ഞ് വെള്ളിച്ചി സാധനങ്ങളൊക്കെ വന്ന് കുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് ആ കയ്പ്പയ്ക്കാർ വളർച്ച നിൽക്കും. അതെ. അപ്പോൾ അതില്ലാണ്ടിരിക്കുകയാണ് ഞാൻ കവർ ഇടുന്നത്. അതാ കവർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം ചെയ്ത് ഇതേമാതിരി കയ്പ്പയ്ക്ക നമുക്ക് ഉണ്ടായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കവർ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിട്ടേക്കണത് ഇതിപ്പോൾ മഴക്കാലം അതിൻ്റെ പേരിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ നമുക്ക് വേറെ നിങ്ങൾക്കൊക്കെ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ കുത്തി കഴിഞ്ഞാൽ എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് വാഴയുടെ തണ്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ നമുക്കിത് മറയ്ക്കാൻ പറ്റുക അത് മറച്ച് വയ്ക്കുക. കാരണം ഇത് കുത്തരുത്. കുത്താതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഉചിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ചെയ്യാട്ടെ. അപ്പോൾ ഈ ജാതിയിലുള്ള കായ്പയ്ക്ക് ഈ നീട്ടത്തിൽ ഒരു കുഴപ്പമില്ലാണ്ട് കുത്താണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും. അതാണ് ഞാനിട്ട് ഈ പോളി ബാഗൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രോ ബാഗ് നമ്മൾ നടുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് നിറക്കരുതെന്നുള്ളത് നടുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ 2-3 ഗഡുവായിട്ട് നമ്മൾ വളം ചാണകം ഇതെല്ലാം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് കൊടുത്ത് വേണം ഫില്ലാക്കിയിട്ട് വരാനായിട്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പച്ചക്കറി കൃഷി നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും അത് 100% നമ്മൾ മറ്റുള്ള വിഷമായിട്ടുള്ള മരുന്നുകൾ അടിക്കാതെ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഒരുപാട് മരുന്നുകളൊക്കെ നമുക്കുണ്ട്. വെളുത്തുള്ളിയും ഈ സോപ്പിലയച്ച് അത് തെളിക്കാം. നമുക്ക് അതേപോലെ തണുത്ത പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തണുത്ത കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അത് ചെയ്തിട്ട് താഴത്ത് കൊണ്ടൊഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പരിപാലിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ള നല്ല പച്ചക്കറികൾ ഉണ്ടാക്കി നമുക്ക് സുന്ദരമായിട്ട് കഴിക്കാം. നമ്മുടെ നല്ല രീതിയിലുള്ള മത്തങ്ങയും പാവയ്ക്കും അങ്ങനെ എന്ത് സാധനം ഉണ്ടാക്കണോ നല്ല രീതിയിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും വന്നൊന്ന് നോക്കിക്കോളും. നോക്കി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കീടാണുക്കൾ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ തണ്ടുകൾ മുഴുവൻ പിടിച്ചതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിമ്മടുത്ത് നോക്കിയിട്ട് നിങ്ങൾ കാര്യമില്ല. ഇത് വീണ് പോയിട്ട് നശിച്ച് പോയിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ പേരിൽ ആ സന്തോഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാ
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് ഇങ്ങനെ ചെറിയ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഈ ജാതിയിലുള്ള മത്തങ്ങകളും പാവയ്ക്കും പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മുടെ ശരീരം നല്ല മാതിരി നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.